ഇന്ന് പെസഹ വ്യാഴം, മോർണിംഗ് തേഴ്സ്ഡേ, ഗ്രീൻ തേഴ്സ്ഡേ, മോണ്ടി തേഴ്സ്ഡേ എന്നൊക്കെ വിളിക്കുന്ന ദിവസമാണ്. കത്തോലിക്കരെ സംബന്ധിച്ച് ആരാധനാക്രമത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണിന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ആരാധനാക്രമത്തിലെ മറ്റൊരു കാര്യം കൂടിയാണ് ഇന്ന് വത്തിക്കാനിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ നടന്ന ക്രിസം മാസ്. ഇതിൽ ആയിരക്കണക്കിന് വൈദികരും സന്യസ്തരും അൽമായരും കർദിനാൾമാരും ബിഷപ്സുമാരും എല്ലാം പങ്കെടുത്തിരുന്നു. എന്താണ് ക്രിസം മാസിന്റെ പ്രത്യേകത? CMI വൈദികരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഫാദർ അഗസ്റ്റിൻ CMI നമ്മളോട് സംസാരിക്കുന്നതാണ്. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണിന്ന്. ഈശോ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നൽകിയതിൻ്റെയും പൗരോഹിത്യമെന്ന വിശുദ്ധ കൂദാശ സ്ഥാപിച്ചതിൻ്റെയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും മനോഹരമായ ഓർമ്മകൾ പരിശുദ്ധ മാർപ്പാപ്പയുടെ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ പരിശുദ്ധ കുർബാനയോടൊപ്പം സ്നേഹത്തോടെ ഓർമ്മിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചതിൻ്റെ സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് ഞങ്ങൾ വൈദികർ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മെത്രാന്മാരോടും 1000-ലധികം വൈദികരോടും ചേർന്ന് പരമപരിശുദ്ധമായ ബലിയർപ്പിച്ച അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലാണ് ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നത്. ക്രിസമ്മാസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും വിശുദ്ധ തൈലം അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമാണിന്ന്. രോഗി ലേപനം നടത്തുന്നതിനു വേണ്ടിയും മാമോദിസ എന്ന് നമ്മൾ വിളിക്കുന്ന ജ്ഞാനസ്നാന കൂദാശയുടെ പരികർമ്മത്തിനു വേണ്ടിയും തൈലാഭിഷേകം എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥൈര്യലേപനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയും പൗരോഹിത്യ കൂദാശയുടെ അഭിഷേക കർമ്മത്തിനു വേണ്ടിയും പരികർമ്മം ചെയ്യപ്പെടുന്ന വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥിക്കാനായി തിരഞ്ഞെടുക്കുന്ന അനുഗ്രഹപ്രദമായ ആ തൈലത്തെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കുന്ന മനോഹരമായ കർമ്മത്തിനാണ് ഞങ്ങൾ സാക്ഷികളായത്. ഈ ക്രിസ്മസിൻ്റെ മധ്യ തന്നെയാണ് പുരോഹിതർ ഓരോരുത്തരും തങ്ങളുടെ പൗരോഹിത്യ വാഗ്ദാനങ്ങൾ നവീകരിച്ചതും ഈശോയുടെ സന്നിധിയിൽ വീണ്ടും പഠിപ്പിക്കുകയും നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ മനോഹരമായ ദൗത്യങ്ങളെ ഓർമ്മിച്ചെടുക്കുകയും ചെയ്തത്. നിത്യപുരോഹിതനായ ഈശോ സഭയിൽ പരികർമ്മം ചെയ്യപ്പെടുന്ന സഭയിൽ പരികർമ്മം ചെയ്യുന്ന സഭയ്ക്ക് ദാനമായി നൽകിയ പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കാളികളായ വൈദികർ അവരോട് ചേർന്ന് പൗരോഹിത്യ ശുശ്രൂഷയുടെ ദൈവവചനം പഠിപ്പിക്കാനും കൂദാശകൾ പരികർമ്മം ചെയ്യാനും ദൈവജനത്തെ ആത്മീയമായി രൂപപ്പെടുത്താനുമുള്ള മനോഹരമായ ക്രമം പരിശുദ്ധ മാർപ്പാപ്പയുടെ മനോഹരമായ ഈ അൾത്താരയിൽ വെച്ച് നവീകരിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഓരോരുത്തരും വളരെയധികം ചാരിതാർത്ഥ്യമുള്ളവരാണ്. ദൈവത്തിന് ഈ അവസരത്തെ പ്രതി ഞങ്ങൾ സ്നേഹത്തോടെ നന്ദി പറയുകയും ഈ വലിയ അനുഗ്രഹത്തിന് നന്ദിയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹപ്രദമായ ഈ കർമ്മങ്ങൾക്കിടയിൽ തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ മനോഹരമായി നിർവഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച വൈദികർക്കെല്ലാം വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വികാരിയച്ഛന്മാരെയും നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെട്ടിട്ടുള്ള അനുഗ്രഹമായി മാറിയിട്ടുള്ള മുഴുവൻ വൈദികരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ വഴികളിലുള്ളവർ മാത്രമല്ലല്ലോ പുരോഹിതർ. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ മാമോദിസ സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും പുരോഹിതനാണ്. രാജകീയ പുരോഹിത വംശത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഓർമ്മയിൽ ഈശോ നൽകിയിട്ടുള്ള ക്രിസ്തീയ ദൈവവിളി വിശുദ്ധിയിലും വിശ്വസ്തതയിലും പാലിക്കാൻ രാജകീയ പുരോഹിതരായ വിശ്വാസികൾ നമുക്കോരോരുത്തർക്കും, വളരെ പ്രത്യേകിച്ച് ശുശ്രൂഷ പൗരോഹിത്യം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട വൈദികർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പൗരോഹിത്യം എന്ന മഹാദാനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തിരുസഭയിൽ ധാരാളം വൈദികരുണ്ടാകുവാൻ വേണ്ടി നമുക്ക് ദൈവവിളിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോബി പോൾ.